കൂരിറുക്കാവിലെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. എൻ്റെ പാട്ട് കേട്ടായിരുന്നോ? ചേട്ടൻ്റെ പാട്ട് കേട്ടു, അത് വൈറലാണ്. ആളുകളെല്ലാം ഇങ്ങനെ കമന്റ് ചെയ്യാണ്, ഇനി പാടണമെന്നാ പറയുന്നത്. പാടുന്ന പാട്ടുകൾക്കൊക്കെ വിരഹഭാവമാണ്. ചന്ദന പൊൻചിതയിൽ എൻ്റെ അച്ഛനെരിയുമ്പോ ഇന്നലകളിൽ പാട്ടിനെ തനിക്കൊപ്പം പിടിച്ചു നിർത്തിയത് വരികളാണ്. സന്തോഷിക്കേണ്ട വഴികളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അച്ഛനമ്മയൊക്കെ നഷ്ടപ്പെട്ടു, കൊച്ചിയിലേക്ക് വളരാൻ ഇത്തിരി ഭയങ്കര പാടുപെട്ടു. മോഹൻലാലിൻ്റെ സീന് പോലെ തന്നെ എൻ്റെ, അതേപോലെ നമുക്കും ആരുമില്ല. എഴുത്തും വായനയും നിശ്ചയമില്ലെങ്കിലും സ്വന്തം ജീവിതം പാട്ടായി മുന്നിൽ തെളിഞ്ഞപ്പോൾ വരികൾ തെറ്റില്ലെന്നുറപ്പിച്ചു. ഇഷ്ടവേദികളിൽ നഷ്ടങ്ങളും സങ്കടങ്ങളും പാട്ടായി. എൻ്റെ വൈഫൊക്കെ മരിച്ചുപോയല്ലോ, അപ്പോൾ എൻ്റെ വൈഫിന് വേണ്ടി മറന്നുപോയി പൂമകളെ ഒരു പാട്ട് പാടണം, ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു. മറന്നു പൂമക്കളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു, അകലേക്കൊഴുകുന്ന പുഴയായി നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു. വൈറലായതിനു ശേഷം ഞാൻ കുറേ അമ്പലങ്ങളിൽ എന്നെ വിളിച്ചു, എല്ലായിടം ചെന്ന് പാടി. ട്രോഫികളും പൊന്നാടയും മാത്രം എല്ലാം കിട്ടി. എൻ്റെ പൈസ മുടക്കി പെട്രോൾ അടിച്ച് അമ്പലങ്ങളിൽ പോകും. അതായത് ഇതിലൂടെ വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. വരുമാനമാണ് എനിക്ക് ആവശ്യം. പാട്ട് പിന്നിൽ എവിടെയോ ഉപേക്ഷിച്ച് തിരുവനന്തപുരം കാരക്കോണം CSI മെഡിക്കൽ കോളേജ് ക്യാൻറ്റീനിൽ ജോലി ചെയ്യുകയാണ് അയാൾ. ഗായകരെ തേടി മാതൃഭൂമി ന്യൂസ് സംഘം എത്തിയപ്പോഴാണ് ഒപ്പമുള്ളവന്റെ ഉള്ളിലെ പാട്ടിനെ പറ്റി അവരും അറിഞ്ഞത്. അകലെ ഞാൻ നിന്നെ പിന്തുടരുമ്പോ നീങ്ങുകയാണോ നീ. 6 മാസം മുമ്പ് ജോലി ഒരു ഡ്രൈവർ വേക്കൻസി ചോദിച്ചു വന്നു ഇത്രയും നാളും നിങ്ങളുടെ മാതൃഭൂമി ചാനലിൽ നിന്ന് വിളിക്കുന്നിടം വരെ എനിക്കറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി. ഒരു കലാകാരൻ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരാളാണ് നമ്മളൊരു തൊഴിലാളിയായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നെന്നുള്ളതൊന്നും നമുക്കൊരു അറിയില്ലായിരുന്നു. സിന്ദൂര സന്ധ്യേ പറയൂ പകലിനെ കൈവെടിഞ്ഞോ. പുതിയ കേൾവിക്കാർക്കായി ധനുവച്ചപുരത്തെ സതീഷിന്റെ ജീവിതം സംഗീതത്തിലേക്ക് യൂട്ടേൺ എടുക്കുകയാണ്. സന്തോഷം നിറഞ്ഞ വരികൾ പാടണമെന്ന മോഹത്തിലേക്കുള്ള ദൂരം കുറയുകയാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.